കോഴിക്കോടിൻ്റെ വ്യാപാര ശൃംഖലയിലേക്ക് ഒരു പുതിയ കണ്ണുകൂടി വരികയാണ്. നിക്ഷാൻ ഹോം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ശ്രീ MMV മൊയ്തു നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം നമ്മളെ ഷോറൂം കാണാൻ ക്ഷണിച്ചു. നമ്മുടെ സുഹൃത്താണ് ശ്രീ മൊയ്തു. അപ്പോൾ ഇന്ന് മൊയ്തുവിൻ്റെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. മൊയ്തു എത്രാമത്തെ ഷോപ്പാണ്? ഇത് 4ാമത്തെ ഷോപ്പാണ്. നിക്ഷാൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ സ്റ്റോറാണ്. ഇവിടെയൊക്കെ ബാക്കി ഷോറൂമുകൾ നമ്മൾ കണ്ണൂരാണ്. ബേസിക്കലി കണ്ണൂർ ലാസ്റ്റ് 28 വർഷമായിട്ട് കണ്ണൂരുണ്ട്. പിന്നെ ഞങ്ങൾ 2ാമത് തുടങ്ങിയിരിക്കുന്നത് വടകരയാണ്. പിന്നെ 3ാമത് പഴയങ്ങാടി. ഇത് 4ാമത്തെ സ്റ്റോർ. നിക്ഷാൻ ഇലക്ട്രോണിക്സിന്റെ 4ാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉദ്ഘാടനം ചെയ്തതിന് മുമ്പ് അകത്തേക്ക് കടന്നു. കുഴപ്പമില്ലല്ലോ, ഉദ്ഘാടനം കഴിഞ്ഞില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് നമ്മൾ ഒരു വിർച്വൽ ഇനാഗുറേഷൻ നടത്തി കഴിഞ്ഞു. അത് നമ്മൾ ഉള്ളിലേക്ക് കയറി യഥാർത്ഥ ഉദ്ഘാടനം നടത്തുന്ന ഉദ്ഘാടകൻ അല്പസമയത്തിനുള്ളിലെത്തും. നമുക്ക് ഈ ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അതോടൊപ്പം വാർത്തകൾ കൂടി കാണാം. ഒരു പുതിയൊരു സ്ഥാപനം വരുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. ആ സ്ഥാപനം എങ്ങനെയൊക്കെയാണെന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. മൊയ്തു അത് ക്ഷണിക്കുന്ന സമയത്ത് രാജീവ് പറയുമ്പോൾ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, നമുക്കൊന്ന് കണ്ടുവരാം അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഞാൻ ആ ചോദിച്ച നമസ്കാരം. ഹായ്, ഇതാണ് നിക്ഷാൻ. നിക്ഷാൻ മൊയ്തുവിന്റെ മകനാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിച്ചിരുന്നത്? ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് പഠിച്ചു. ലാസ്റ്റ് 6 years ആയിട്ട് ഫാദർ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ 4ാമത്തെ ഷോറൂമാണ് കോഴിക്കോട് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ധാരാളം ആളുകൾ ഈ ഇനാഗുറേഷൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. സന്തോഷമുള്ളൊരു നിമിഷമാണ്. നമ്മൾ ഈ ദുരന്തമുഖത്ത് നിന്നൊക്കെ ഇത്തരം സന്തോഷമുള്ള മുഖത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിൽ തോന്നുന്ന പോലെ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ ഈ ഷോറൂമിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നു എന്ന്? മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ കിടുവാണ്. നമുക്ക് ഇന്റീരിയർ ഡെക്കറേഷൻ പോരല്ലോ, ഇലക്ട്രോണിക്സ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. നമുക്ക് നോക്കാം അല്ലേ? എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഓക്കെ, നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിക്ഷാൻ ഇലക്ട്രോണിക്സ് 4 ഫ്ലോറിലായിട്ടാണ്. കാരണം ഞങ്ങളുടെ ഒരു നിക്ഷാന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിക്ഷാൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹോംസ്, അങ്ങനെ 3 കാറ്റഗറി ആണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് നമുക്ക് ഡിജിറ്റൽ ആണ് മെയിൻ ആയിട്ട്. ഡിജിറ്റൽ നമുക്ക് ലൈക്ക് മൊബൈല്, ലാപ്ടോപ്പ്, TV, അക്സസറീസ്, അതാണ്. പിന്നെ ക്രമീകരണം ഒന്ന് കണ്ടാലോ? അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഡിജിറ്റൽ ആണ്. രണ്ടാമത്തെ ഫ്ലോറിൽ അപ്ലയൻസസ് ആണ്, ഹോം അപ്ലയൻസസ് ആണ്. അതിൽ 3ഉം 4ഉം ഉള്ളത് 3 കിച്ചൺ അപ്ലയൻസസ് ആണ്. 4ാമത്തത് ഹോംസ് ആണ്. ഹോംസ് ലൈക്സ് ക്രോക്കറീസും പിന്നെ സോഫ്റ്റ് ഫർണിച്ചേഴ്സും മാട്രസ് തുടങ്ങി അങ്ങനെ. എന്തായാലും കാരണം ഈ സ്റ്റോർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്റ്റോറാണ് ഞങ്ങൾ. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് നോക്കാം. വി ആർ എക്സ്പ്ലോറിംഗ് പല കാര്യങ്ങൾ, മലകളും കുന്നുകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു ഷോറൂമിൻ്റെ കടയ്ക്കുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. റൈറ്റ്, ലെറ്റ്സ് ഗോ, കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വിങ്ങിലേക്കാണ് പോകുന്നത്. ഡിജിറ്റൽ വിങ്ങിൽ ഓക്കെ, നമ്മൾ സാധാരണ ആപ്പിളിൻ്റെയൊക്കെ ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത്, ഐഫോൺ ഷോറൂമിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഡിസ്പ്ലേ വെച്ചിരിക്കുമല്ലോ, എക്സാക്ട്ലി സെയിം അല്ലേ? ലൈവാണ്. ഞങ്ങൾ എല്ലാ പ്രോഡക്ട്സുകളും ലൈവ് ഡിസ്പ്ലേ ആണ്. അതാണ് നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ലൈവായിട്ട് ഇവിടുന്ന് കാണാൻ, എക്സ്പീരിയൻസ് ചെയ്യാം, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം ദുബായിൽ പോകുന്ന സമയത്ത് നമ്മുടെ ദുബായ് ഷോപ്പിംഗ് മാളിൽ ഐഫോണിന് വേണ്ടി മാത്രം ഒരു സെറ്റിങ്ങിനെ വെച്ചിട്ടുണ്ടാവും. അവിടെ കൃത്യമായിട്ട് ഇതേപടിയാണ്. ബാക്കി ഡീറ്റെയിൽസും എല്ലാം അവിടെ നമുക്ക് ലൈവായിട്ട് കാണാം, അവിടെ എടുത്ത് വയ്ക്കാം. ആരുടെ സഹായം ആവശ്യമില്ല. ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്ത് നമുക്കിത് ഇതെന്ന് പറയാം, നമുക്ക് എല്ലാ ഫീച്ചേഴ്സും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പ്രൊഡക്റ്റ് സാധാരണ നോർമലി മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ഫോൺ കാണാൻ പറ്റില്ല. ബോക്സ് കണ്ടിട്ട് പിക്ചർ കണ്ടിട്ട് മൊബൈൽ വാങ്ങിക്കണം. ഇവിടെ നമുക്ക് ഒരു മൊബൈൽ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്ത് നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാം. ഓക്കെ, അതാണ് ആ ഒരു ഡെക്കറേഷൻ്റെ ഒരു രീതി, ഒരു എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് ഫോണിൻ്റെ സെക്ഷനാണ് അല്ലേ? ദെൻ ഐഫോൺസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഡിജിറ്റൽ ഏറ്റവും നിങ്ങൾ ഓഫർ എത്ര കൊടുക്കുന്നതെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഡിസ്പ്ലേ കിടുവാണ്, പക്ഷേ ഓഫർ ഇക്ബാലാണ് ഞങ്ങളുടെ IT മൊബൈൽ ടെക്സിന്റെ മാനേജറാണ്. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് സ്കീം ഉള്ളത്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരും. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഈ മേഖലയിൽ, ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ അവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? സർ, സാധാരണ രീതിയിൽ പ്രോഡക്റ്റുകൾക്ക് എല്ലാവരും കൊടുക്കുന്ന 1 year വാറണ്ടിയാണ്. ഇനി എക്സ്ട്രാ വാറണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമർ കൊടുക്കുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം ഫ്രീ വാറണ്ടിയാണ്. 2 years ഫ്രീ വാറണ്ടി. അതുപോലെ തന്നെ ഇനി ഗാഡ്ജറ്റ് പ്രൊട്ടക്ഷൻ പ്ലാനിലൂടെ ഈ കയ്യിൽ നിന്ന് വീണാലും പൊട്ടിയാലും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും, അതുപോലെ വാട്ടർ ഡാമേജിലൂടെ എന്തെങ്കിലും ബോർഡിന് കംപ്ലൈൻറ്റ് വന്നാൽ മദർ ബോർഡ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതും ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ വലിയ ഓഫറുകളോട് കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കുള്ള ഓഫറാണോ അത് തുടരൂ? സർ, ഇത് ഇനോഗ്രൽ ഓഫറായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം ഫെസ്റ്റിവൽ ഈ ഓഫർ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ്. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരെ, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, കം ആൻഡ് എൻജോയ് ദ ഷോപ്പിംഗ്. ഒരു എൻജോയ്മെൻറ്റും ഒരു എക്സ്പീരിയൻസും. പിന്നെ 100% കാരണം നമ്മളൊരു കാലഘട്ടം മാറി. ഇപ്പം
ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൺവിൻസ് ആവണം, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ എന്തുമാത്രം കൺവിൻസ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റണം. കാരണം ഒരു പ്രൊഡക്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫീല് കൊടുക്കണം, അതിനുള്ള കംഫർട്ട് കൊടുക്കണം, സ്പേഷ്യസ് ആയിരിക്കണം, അവർ കംഫർട്ട് ആയിരിക്കണം. കാരണം അവർക്കൊരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് അവർക്കൊരു എന്താ പറയുക, ഒരു അത് എൻജോയ് ചെയ്ത് പറയും. കാരണം അങ്ങനെയാണ് തന്നെയാണ്. കാരണം ഇപ്പം അറിയാം, പാരൻസ് ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ മോൻ്റെ ട്യൂഷനും കഴിഞ്ഞിട്ട് എന്താ പറയുക, സ്കൂളും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞിട്ട് മോൻ ഫ്രീ ആയിട്ട് വേണം നമ്മൾ വന്നിട്ട് പാരൻസിന് ഒരു മൊബൈൽ വാങ്ങിക്കാൻ. കാരണം ആ വയസ്സിൽ ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് പോലും ഇന്നൊരു വീടുകളിൽ ഭയങ്കര പ്രിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ അവരെ പോലും ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു സ്റ്റോർ പോലും സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഷോപ്പിംഗ് എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയി മാറുന്നു എന്ന് മാത്രവുമല്ല, അതിലൊരു സയന്റിഫിക് ആയിട്ടൊരു അടിത്തറ കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കിനി അടുത്ത മേഖലയിലേക്ക് പോകാം അല്ലേ? കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, ഇത് ലാപ്ടോപ്പാണ്, ഇതിന്റെ ബാക്കിൽ അക്സസറീസ് ആണ്, സൈഡിലൊക്കെ അക്സസറീസ് ആണ്. അപ്പോൾ സംഭവം പുറത്തുനിന്ന് നോക്കുന്ന പോലല്ല, അകത്ത് വിശാലമായ ഷോറൂമാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത് പുതിയ നിങ്ങൾ ലെന്നീസിന്റെ കാരണം ഇപ്പം എല്ലാം ഭയങ്കര കൺവീനിയൻസ് ആണല്ലോ ആൾക്കാർക്ക്. അപ്പം ഔട്ട്ഡോർ ആണെങ്കിലും പോലും നമുക്ക് പോർട്ടബിൾ ആണ്, നമുക്ക് ക്യാരി ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പോകാം. റീചാർജബിൾ ആണ്, നമുക്ക് അവിടെ പവറിൻ്റെ ആവശ്യം. ഇപ്പം നമ്മളിപ്പം പറയാം, ഇപ്പോൾ ലൈക്ക് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്, ഫോറസ്റ്റിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ബീച്ച് നമുക്ക് അവിടെ നമുക്ക് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മുടെ കയ്യിലായി. ഗോ ആൻഡ് പാർട്ടി എന്നുള്ളതാണ്. നിങ്ങൾ സഞ്ചരിക്കുക, പാർട്ടിങ്ങിന് പോവുക, നിങ്ങൾ കുന്നും മലയൊക്കെ കയറാൻ പോകുമ്പോഴും ഇതിനകത്ത് ഈ സാധനം തോളെ തൂക്കി പോയാൽ മതി. ഒരു പാർട്ടി, നിങ്ങൾ വന്യമൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ, അതും കൂടി നമ്മൾ പറയാം. ജീവജാലങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പാട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇതൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു ഷോറൂമിൻ്റെ പുതു കാഴ്ചകളാണ്. മൊയ്തു നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ഈ ഷോറൂമിലേക്ക് ഒന്ന് വരണം എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളവിടെ എത്തി, ആ കാഴ്ചകളാണ് കാണുന്നത്. അല്പസമയത്തുള്ള ഉദ്ഘാടനം നടക്കും. ഇതെല്ലാം കൂടാതെ ഒരു പുതിയ സെക്ഷൻസ് കൂടിയുണ്ട്. നമുക്ക് ഞങ്ങളൊരു എക്സ്പീരിയൻസ്, ഒരു നെക്സ്റ്റ് എക്സ്പീരിയൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്, ഒരു ഹോം തിയേറ്റർ സിസ്റ്റം. ഇതിനുള്ളിൽ ഹോം തിയേറ്റർ ഉണ്ട്. അതായത് ഒരു ഹോം തിയേറ്റർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് പ്രവർത്തിക്കും. അപ്പോൾ ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസും ഉണ്ട് അല്ലേ? അതായത് നിങ്ങൾ ഇതെന്താണ് ഇത് ഉദ്ദേശിച്ചത്? ഇത് നമുക്ക് ഒരു എന്താ പറയുക, ഹോം തിയേറ്റർ വീടുകളിൽ നമുക്കൊരു തിയേറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. നിങ്ങളത് ചെയ്ത് കൊടുക്കും? ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഇന്റീരിയറും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ് ചെയ്യും, എക്യുപ്മെന്റ്സ് അടക്കം എല്ലാം അടക്കം. ഇതിപ്പോ ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ് അല്ലേ? പ്രൊജക്ടറാണ്. ആ എക്സ്പീരിയൻസ് കൂടെ ഫീൽ ചെയ്യും. അതെ, അപ്പോൾ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ ഇത് ചെയ്യാം. അത് ഡിപ്പെൻസ് ഓഫ് നമ്മുടെ ബജറ്റ്. കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് എന്ത് ബജറ്റാണോ അവരുടെ ഡ്രീം ആ ബജറ്റിന്റെ ഉള്ളിൽ നിന്ന് എത്ര മുതൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്കൊരു ലിമിറ്റ് 5 lakhs ഒരു എന്താ പറയുക, ഒരു മിനിമൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 lakhs നല്ലൊരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു 2-3 ചെയറുകൾ അടക്കം എത്ര ചെയർസ് വേണമെങ്കിലും നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കോഴിക്കോടില്ലെന്ന് തോന്നുന്നു അല്ലേ? അതായത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടുന്ന രീതിയിൽ ഇലക്ട്രോണിക്സിൽ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യുന്ന ലൈവ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോർമൽ സ്റ്റോറിൽ. നമുക്ക് കാരണം നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയും വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അവർ കസ്റ്റമേഴ്സിന് എന്താണ് ഒരു ഡ്രീം അത് ഫുൾഫിൽ ചെയ്യപ്പെടാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ എന്നുള്ളതാണ്. ഹോം തിയേറ്റർ അടക്കമുള്ള ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക് ഷോപ്പ്. അതാണ് നിക്ഷാന്റെ മറ്റൊരു പ്രത്യേകത. ഒരുപാട് വെറൈറ്റി ഐഡിയാസ് ഉണ്ട് അല്ലേ? ഇത് അത് കൊള്ളാം. അപ്പോൾ ഒരു അറേഞ്ച്മെന്റ് പ്രേക്ഷകർ കണ്ടു, ഹോം തിയേറ്റർ പ്രേക്ഷകർ കണ്ടു. ഇനി നമുക്ക് 1-2 സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചതിന് ശേഷം വരാം. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരി നിൽക്കുന്ന ദിവസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കലാകാരന്മാരും കച്ചവടക്കാരും ഒന്നുമില്ലെങ്കിൽ ഓണവും ആഘോഷവും അങ്ങോട്ട് ആവത്തില്ല. അതുകൊണ്ടാണ് വലിയ തിരക്കിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഓണം വന്നതിൻ്റെ ഒരു തിരക്കുണ്ട്, ഒരു പുതിയ കട ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ തിരക്കുണ്ട്. ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, ബിഗർ സ്ക്രീൻസിലെ എക്സ്പീരിയൻസ് ഒക്കെയാണ്. കാരണം നമ്മളിവിടെ എല്ലാ സൈസിലുള്ള ടി വികളും എല്ലാ മേജർ ബ്രാൻഡ്സിന്റെ എല്ലാ പ്രീമിയം സെഗ്മെന്റും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നല്ല ഓഫേഴ്സുകളിലാണ് ഇപ്പോൾ. കാരണം അറിയാലോ, ലൈക്ക് ഓണം ഭയങ്കര ഏറ്റവും നല്ല ഓഫേഴ്സ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണ്. കൂടാതെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല ഓഫേഴ്സും നിക്ഷാൻ്റെ പ്രത്യേകത ഉണ്ട്. കാരണം ഇന്നിപ്പം നമുക്കൊരു വലിയ സ്ക്രീൻ ടി വി വാങ്ങണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് വളരെ നല്ല രീതിയിലുള്ള EMI സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ്, ഫൈനാൻസ് സ്കീം അവൈലബിൾ ആണ്. കാരണം ഇന്ന് ചെറിയ പൈസ സ്പെൻഡ് ചെയ്താൽ മതി. ഇവിടെയുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ ടി വി ഏതാണ്? ഏറ്റവും വില കുറഞ്ഞ ടി വി എന്ന് പറയുന്നത് 32 ഇഞ്ച് ടി വി ആണ് നമ്മൾ. കാരണം അതിൽ ചെറിയ സൈസ് ഒന്നും ഇപ്പം ആൾക്കാർ ചെയ്യുന്നില്ല. അതിന്റെ ടി വി എന്ന് പറയുന്നത് ഇന്നിപ്പം എന്താ പറയുക 4500 രൂപ അല്ലെങ്കിൽ 4900 രൂപയൊക്കെ നമുക്ക് ഇന്ന് ടി വി അവൈലബിൾ. 2 വർഷം മിനിമം അത് ഓടുമല്ലോ അല്ലേ? ഓടും. കസ്റ്റമേഴ്സ് അവരുടെ കാരണം ഫീച്ചേഴ്സ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ടി വി ഏറ്റവും ഉയർന്ന വിലയുള്ള ടി വി, ഏറ്റവും ഉയർന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫീച്ചേഴ്സ് എത്ര വലിയ വലിപ്പമുള്ള സ്ക്രീനുണ്ട്? സൈസ് ഇപ്പം വന്നിട്ട് 98 ഇഞ്ചാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. 100 ഇഞ്ചസ് കൂടെ ഇമീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. 100 ഇഞ്ച് ടി വി വരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റലും നമ്മൾ അത്യാവശ്യം ഇലക്ട്രോണിക്സും കണ്ടു കഴിഞ്ഞു. അടുത്ത ഫ്ലോറിൽ നമ്മൾ അടുത്ത നിലയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ ഒരു പാട്ടുകാരൻ കൂടി നമുക്കൊപ്പം ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കൊരു ഗായകൻ കൂടി വരും ഈ സമയത്ത്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിക്ഷാൻ
ഇലക്ട്രോണിക്സിൻ്റെ ഉദ്ഘാടന വേദിയാണ്. അപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാരും കലാകാരന്മാരും ആ ഓണത്തിൻ്റെ ഒരു വൈബിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ നിമിഷത്തിലാണ് നമ്മൾ ഒരു പുതിയ കടയുടെ ഇനാഗുറേഷൻ്റെ ഭാഗമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് വളരെ വേഗം ഒന്ന് പോകാം. ചില വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. ഉഷാറല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത് റെഫ്രിജറേഷൻ അതാണ്, വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്റർ അപ്ലയൻസസ് ആണ്, ഹോം അപ്ലയൻസസ് സെക്ഷനാണ്. ഓക്കെ. രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ എത്തി. വാഷിംഗ് മെഷീൻ ഇത് കൂടുതലും വാഷിംഗ് മെഷീൻ. ഇത് ഇവിടെ വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും ആണ് നമുക്ക് ഉള്ളത്. എക്സ്ക്ലൂസീവ് വാഷിംഗ് മെഷീൻ ആൻഡ് റെഫ്രിജറേറ്റർ ആണ് സെക്കൻഡ് ഫ്ലോർ അല്ലേ? ഇത്രയും അധികം വാഷിംഗ് മെഷീൻ നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അതായത് നോക്കൂ, എനിക്കൊന്ന് ഇത്രയും ഒരുമിച്ച് ഇത്രയും നിങ്ങളൊരു ഈ ഫ്ലോറിൽ വെക്കുന്നത് ഇത്രയും വലുപ്പമുള്ളത് ഇവിടെ ആയിരിക്കും അല്ലേ? കോഴിക്കോടായിരിക്കും. അതെ, ഇത്രയും സ്പെഷ്യലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മറ്റുള്ളവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതാ ബോഷും സാംസങ്ങും എല്ലാം ഉണ്ട്. എല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും, എല്ലാ കമ്പനിയുടെ എല്ലാ മോഡൽസും, എല്ലാ സെഗ്മെന്റും, ഏത് സൈസും ഇന്നൊരു സാധാരണ കസ്റ്റമർക്ക് മിനിമം എന്താ പറയുക, ഇപ്പോൾ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ എടുത്താൽ 16,990 തൊട്ട് നമുക്ക് ഇന്ന് വേണമെങ്കിൽ 2 ലക്ഷം രൂപ വരെയുള്ള വാഷിംഗ് മെഷീൻ ഇവിടെ അവൈലബിൾ ആണ്. 2 ലക്ഷം രൂപയുടെ വാഷിംഗ് മെഷീൻ എന്താ പ്രത്യേകത? ഇനി ഫീച്ചേഴ്സ് ഈ 2 ലക്ഷം രൂപ കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. നമുക്ക് 2 ലക്ഷം രൂപയുള്ള ഏറ്റവും വില കൂടിയ ഒരു വാഷിംഗ് മെഷീൻ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. 2 ലക്ഷം രൂപയുടെ ഇതൊക്കെ ആര് വാങ്ങുമെന്നുള്ളത് ഇതൊക്കെ വാങ്ങാനും കൗതുകമുള്ള ആൾക്കാർ. ഇതാണ് 2 ലക്ഷം രൂപ വില. 2,75,000 രൂപയാണ്. അതിപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് 2,14,500 രൂപയാണ്. അതാണ് ഇതിനകത്ത് 2 വാഷിംഗ് മെഷീൻ ഒരേപോലെ പ്രവർത്തിക്കും അല്ലേ? ഒരേപോലെ പ്രവർത്തിക്കും. ഡബിൾ വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാണ്. അതാണ് വാഷിങ്ങും ഒന്ന് ഡ്രൈയിങ്ങിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കമ്പ 100% ഡ്രൈ. എത്ര സമയം കൊണ്ട് ഉണങ്ങി വരും? ഒരു ഡ്രൈയിങ് ടൈം എത്ര? 90 മിനിറ്റ്സ്. ഓക്കെ. സോ 2 ഡ്രയറും വാഷിങ്ങുമുള്ള ഒരു മെഷീൻ 2 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ 16,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വിലയുള്ള വാഷിംഗ് മെഷീനുകൾ കൂടിയുണ്ട് എന്നാണ് മൊയ്തു പറയുന്നത്. ഓക്കെ മൊയ്തു, വണ്ടർഫുൾ. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ കാണാൻ തന്നെ മനോഹരമാണ് അല്ലേ? നമുക്കിനി മൂന്നാമത്തെ നിലയിലേക്ക് കൂടി ഒന്ന് പോണ്ടേ? റൈറ്റ്. സോ എല്ലാ കമ്പനികളുടെയും വാഷിംഗ് മെഷീൻ അവൈലബിൾ എന്നുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 5,990 മുതൽ 5,990 രൂപ മുതൽ ഇത് വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക്. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് അധികം പോകുന്നുണ്ടോ? ഡിപ്പെൻസ്. ഒരു കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഇപ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ നോർമലി ആൾക്കാർ സെമി ഓട്ടോമാറ്റിക്, കാരണം ഡിപ്പെൻസ് കസ്റ്റമർ ബജറ്റ്. നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെയും ഇതും അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി തന്നെ. അങ്ങനെയാണ്. അതാണ്. അപ്പോൾ നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് കൂടി പോകാം അല്ലേ? സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ എന്താ ഉള്ളത്? സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ കിച്ചൺ അപ്ലയൻസസും ഇലക്ട്രിക്കൽ സ്മോൾ അപ്ലയൻസസ് ആണ്. കിച്ചൺ അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രിക്കൽ സ്മോൾ അപ്ലയൻസസ് ആണ്. ഓക്കെ. ഇതുപോലെ തന്നെയാണ് ഫ്രിഡ്ജ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രിഡ്ജ് വരെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡും. ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഉദാഹരണത്തിന് ഏറ്റവും ഒരു ഫീച്ചേഴ്സ് LGയുടെ മൂഡപ്പ് എന്ന് പറയുന്ന ഫ്രിഡ്ജാണ്. ഇതിൽ നമുക്ക് കളേഴ്സ്, നമുക്ക് ഫ്രിഡ്ജിന്റെ കളറ് സർ മനസ്സിൽ വിചാരിക്കുന്ന കളർ 1 ലക്ഷം കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഈ ഫ്രിഡ്ജിലോ. നിങ്ങൾക്ക് മനസ്സിൽ ഓരോ മൂഡിനനുസരിച്ച്. ഇപ്പോൾ രാവിലെ എനിക്ക് ഈ ഫ്രിഡ്ജ് വേറെ ഒരു കളറിൽ കാണാം. ആംഗ്രി മൂഡാണെങ്കിൽ എന്ത് വരും? ആംഗ്രി മൂഡാണെങ്കിൽ ഡേഞ്ചർ ആണെങ്കിൽ ഡേഞ്ചർ കളർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ആപ്പ് വഴിയാണ്. ആപ്പ് വഴി സെറ്റ് ചെയ്യാം. 1 ലക്ഷം കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ 1 ലക്ഷം കളേഴ്സ് ഈ റെഫ്രിജറേറ്ററിൽ സെറ്റ് ചെയ്യാം. നമ്മളിത് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇത് 4 ഡോർ ഫ്രിഡ്ജാണ്. LGയുടെ ഫ്രിഡ്ജാണ് ഇത് ശരിക്കും. ന്യൂ ഐറ്റംസ് പുതുതായിട്ട് നിങ്ങളുടെ നമുക്ക് സ്ക്രീൻ, ഇപ്പം ബിഗ് സ്ക്രീൻ കിച്ചണിൽ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഇതിന് ബിഗ് സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ എല്ലാം നമ്മൾ TV പോലെ നമുക്ക് എന്തൊക്കെ TV ഉള്ള റെഫ്രിജറേറ്റർ ചില ആളുകൾക്കെങ്കിലും വലിയ സന്തോഷമായി കാണും. അപ്പോൾ അടുക്കളയിലേക്കുള്ള ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിപ്പോർട്ടർ TVയിൽ നമ്മുടെ കോഫി വിത്തിലൂടെ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ടാബും കൂടെ സെറ്റ് ചെയ്തിട്ട് ശബ്ദം നമുക്ക് ബിക്സ്ബി ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, 25 വാട്ട്സിന്റെ സ്പീക്കറാണ് വരുന്നത്. സാറിന്റെ മൊബൈൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ അടുക്കളയിൽ കൊണ്ടുവച്ചാൽ ടിവിയുമായി ഫ്രിഡ്ജുമായി കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യേണ്ട, മൊബൈലിനെ കംപ്ലീറ്റ്ലി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തിട്ട് കോൾ വന്നു കഴിഞ്ഞാൽ സാറിന് അതിൽ തന്നെ കോൾ കൊടുക്കാം. ഇതൊക്കെ സൗകര്യങ്ങൾ കൊള്ളാം. ഒരു പുതിയ ഫീച്ചറാണ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. സാർ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടോ, എന്തൊക്കെ ഞാനൊക്കെ നോക്കാതെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇരുന്നൊരു ഫോൺ കൊണ്ട് ചെക്ക് ചെയ്യാം. ഈവൻ നമ്മൾ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് എക്സ്പയറി ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് റിമൈനിങ് വരും. നമുക്ക് ഇതിൽ വെച്ചിരിക്കുന്നത് പാലിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ടെക്നോളജി ഗ്രോസ് ഫാസ്റ്റർ അല്ലേ? പുതിയൊരു അവൈലബിൾ ആണ് ടെക്നോളജി. അതെല്ലാം ഇന്ന് ഈ പറയുന്ന പോലെ അപ്ലയൻസസിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അതാണ്
സോ അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ നമ്മൾ കണ്ടു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത ഫ്ലോറ് AC സെക്ഷൻ, ഇതിപ്പോൾ AC ആണ്. ഓക്കെ, ഇവിടെയും എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് പറയുന്ന പോലെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ട്. ഏറ്റവും എല്ലാ ലേറ്റസ്റ്റ് മോഡലും അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് ഇതിലും നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ചസ് ഉള്ള മോഡൽസ് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചുള്ള കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഫീച്ചേഴ്സിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം സ്പെഷ്യലി കോവിഡിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിൽറ്ററിംഗ് ആണ്, പ്ലാസ്മ ഫിൽറ്റർ, ഒരുപാട് ഫിൽറ്റർ ഫീച്ചേഴ്സ് ഉള്ള ഒരുപാട് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഗ്രേറ്റ്. സോ നമ്മൾ അടുത്തൊരു നമുക്ക് എല്ലാം നല്ല AC-യിൽ നമ്മളെല്ലാ സൊല്യൂഷൻസും നമ്മളെടുത്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പം കൊമേഴ്ഷ്യൽ AC വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നോർമൽ AC തൊട്ട് കൊമേഴ്ഷ്യൽ AC വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം. ഓക്കെ, അപ്പോൾ സോ ഇനി അടുത്ത ഫ്ലോറുകളിലുള്ളത് ഹോം അപ്ലയൻസസും അതിനുള്ളത് നമുക്ക് സ്മോൾ അപ്ലയൻസസ് ആണ്. ഇലക്ട്രിക്കൽ സ്മോൾ അപ്ലയൻസസും നമുക്ക് ഹോംസും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഹോം, ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ എങ്ങനെയുണ്ട് മാർക്കറ്റ് പോയത് മൊത്തത്തിൽ? മാർക്കറ്റ് നല്ല ഇപ്പോൾ നല്ല ഈ ലാസ്റ്റ് സമ്മർ തൊട്ടേ മാർക്കറ്റ് നല്ല ലൈവാണ്. അറിയാലോ, നമുക്കിപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ചില ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് കുറച്ചൊരു ഇതായിരുന്നു. കാരണം എല്ലാവരും ക്യാമ്പയിനൊന്നും ചെയ്യാതെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട എല്ലാവരും സൈലൻ്റ് ആയിരുന്നു നിന്നു. ഇപ്പോൾ പിന്നെ ഓണം ആയതുകൊണ്ട് എന്തായാലും എഗെയിൻ നമ്മളെല്ലാവരും ക്യാമ്പയിനിലേക്ക് തുടങ്ങി. അപ്പം മാർക്കറ്റ് ഒന്നുകൂടെ ലൈവാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ പരമാവധി ഓണത്തിന് ഓഫറുകൾ ഇടുമ്പോൾ ആയിരിക്കുമല്ലോ സാധാരണ. അതെ, അതേപോലെ വെറൈറ്റി ചോയ്സും ഉണ്ടാവണം അല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഏറ്റവും ബെസ്റ്റ് ഓഫ് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഓണം തന്നെയാണ് പർച്ചേസ് ചെയ്യാനുള്ള. കാരണം ഏറ്റവും കൂടുതൽ കമ്പനിക്കാർ ഫോക്കസ് ചെയ്ത് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണ് സാർ. ഇത് കിച്ചൺ അപ്ലയൻസസിൻ്റെ ഏരിയ ആണ്. ഓക്കെ ഓക്കെ, സ്റ്റൗ അടക്കം എല്ലാം ഉണ്ട് അല്ലേ? കിച്ചൺ അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ വീട് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി. മൊബൈൽ ഫോൺ മുതൽ ഗ്യാസ് സ്റ്റവ് വരെ നിങ്ങൾക്ക് എടുത്തിട്ടും എന്തും നമുക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് അതോ 99% നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടതൊരു ഷോറൂമിൻ്റെ ഉൾവശമാണ്. നിങ്ങൾ 3 നിലകളായാലും ഇനി ഒരു നിലയും കൂടെ ബാക്കിയുണ്ട്. അതെന്താണ് അവിടെ സർപ്രൈസ്? അവിടെയാണ് നമുക്ക് ഹോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് നമുക്ക് നോൺ ഇലക്ട്രിക്കൽ, ലൈക്ക് ക്രോക്കറി, പിന്നെ മാട്രസ്, സോഫ്റ്റ് ഫർണിഷിങ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു വീട് നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ കോഴിക്കോട്ടേക്ക് പോരുക. നിഷാന്ത് ഹോം ഡിജിറ്റൽ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് വരിക. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോവുക. ആവശ്യമുള്ള ഡിസ്കൗണ്ടൊക്കെ മൊയ്തു തരും, നമ്മുടെ സ്വന്തം കക്ഷിയായിട്ട്. അപ്പോൾ പ്രേക്ഷകർ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതോടൊപ്പം ചില വാർത്തയും നമ്മൾ പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രേക്ഷകരെ തേടിയെത്തും. ഇപ്പോൾ സമയം 11 മണിയായി. സെപ്റ്റംബർ മാസം 1-ാം തീയതി, ചിങ്ങമാസം 16-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഈ വാർത്താ സംപ്രേഷണം കോഴിക്കോട് നഗരത്തിൽ നിന്നും പ്രേക്ഷകരിലേക്ക് തുടങ്ങുമ്പോൾ ഒരുപാട് ആശങ്കകളുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മളത് അവസാനിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോടുകൂടി ഒരു വ്യാപാര ശൃംഖലയുടെ ഭാഗമാകാൻ വരുന്ന നമ്മുടെ മൊയ്തൂനുമെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. നിഷാൻ ഇലക്ട്രോണിക്സ് ഹോം ഡിജിറ്റലാണ് പ്രേക്ഷകർ കണ്ടത്. ഇതും ഒരു ഫ്ലോറും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഞങ്ങൾ ആ ഫ്ലോറും കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. അതോടൊപ്പം പ്രധാനപ്പെട്ട വാർത്തകളുടെ സമയമാകുന്നു. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നൊരു വാർത്താ ദിനം കൂടിയാണ്. ഏറെ സന്തോഷമുള്ള കാര്യം, വള്ളംകളിക്ക് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിൻ്റെ തീയതി കുറിക്കുകയേ വേണ്ടൂ. അത് തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ആ തീരുമാനമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുട്ടനാട്ടിൽ വള്ളംകളിക്കാരും തയ്യാറാവും. പുലികളി തയ്യാറായി കഴിഞ്ഞു. മിഠായി തെരുവിൽ കച്ചവടക്കാരും ഉഷാറാണ്. കോഴിക്കോട് വ്യാപാരികളും ഏറെ സന്തോഷത്തിലാണ്. പുതിയ തീരുമാനങ്ങളനുസരിച്ച് കലാകാരന്മാരും. അങ്ങനെ മറ്റൊരു വൈബിലേക്കും പൊളിയിലേക്കും നമ്മളിങ്ങനെ മാറുകയാണ് വളരെ സാവധാനം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനി തിരുവനന്തപുരത്തേക്കും ഒപ്പം തന്നെ കൊച്ചിയിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. ഫെഫ്കയുടെയും AMMയുടെയും ഒക്കെ തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നു. വലിയ ആരോപണങ്ങളൊക്കെ വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഷോറൂമിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. ഇതാണ് ഹോം അപ്ലയൻസസ് അല്ലേ? നോൺ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഹോം അപ്ലയൻസ്, നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കിച്ചൺ അപ്ലയൻസസ് ആണ്. ലൈക്ക് ക്രോക്കറി, സ്റ്റോറേജ്, പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് ഫർണിഷിംഗ് വരുന്നുണ്ട്, മാട്രസ്, ബെഡ്ഷീറ്റ്സ്, അതുപോലത്തെ എല്ലാ കിച്ചൺ ആൻഡ് ഹോം റിലേറ്റഡ് എസെൻഷ്യൽസ്. എനിക്കൊന്ന് എല്ലാ ഫ്ലോറുകളും ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്? ഇത് നിയർലി 28,000 ഉണ്ട്. 28,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പിംഗ് വിസ്മയത്തിന് പ്രേക്ഷകർ തയ്യാറെടുത്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. മൊയ്തുവിൻ്റെ ഷോറൂമിൽ മൊയ്തു അത്യാവശ്യം ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ? സർ, നിഷാൻ്റെ ഒരു മീനിങ് അത് തന്നെയാണ്. കാരണം ഞങ്ങളൊരു ടാഗ് എന്ന് പറയുന്നത് തന്നെ ഡ്രീം ബിഗ് ഡ്രീം ബിഗ് സ്പെൻഡ് ലെസ് എന്നുള്ളതാണ്. എനിക്കൊന്ന് യാത്ര ചെയ്യാനും ഇത് നമുക്ക് പറ്റും. നമ്മൾ സാധാരണ യാത്ര, എനിക്ക് മൊയ്തു യാത്രയൊക്കെ ചെയ്താണ് ട്രാവൽ ചെയ്യും അല്ലേ? അപ്പോൾ എനിക്കൊന്ന് ഈ ഡിഫറെൻറ്റ് ഐഡിയാസ് ഒക്കെ ഇവർക്ക് ഇങ്ങനെ ഈ യാത്രയുടെ ഭാഗമായിട്ട് കിട്ടിത്താവാം. എങ്കിലും താങ്ക് യു മൊയ്തു, സന്തോഷം. നിങ്ങളുടെ ഒരു സൗഹൃദം, നിങ്ങൾ ഇന്നത്തെ ഇത്രയും നല്ലൊരു ദിവസം സാർ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കണി കണ്ട്
കണ്ടു. സന്തോഷം മൊയ്തു. കാരണം ഒരു പുതിയ സംരംഭകന് ആ സംരംഭത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ. ഇത് വീട്ടിൽ നിന്ന് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതുപോലെ ചെറിയ വീട് വയ്ക്കാനും ചെറിയ ഒരു കട തുടങ്ങാനും ഒക്കെ സംരംഭം പോലെ ഇത്രയും 28,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ ഒരു വ്യാപാര സംഭവം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. 4ാമത്തെ സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ. അത് കോഴിക്കോട് പോലുള്ളൊരു മഹാനഗരത്തിലാണ് 4ാമത്തെ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. മൊയ്തു എല്ലാവിധ ആശംസകളും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് എന്ന് പറയുന്നത് പറയാമല്ലോ, നമ്മുടെ ഒരാളുടെ ഒരു സ്വപ്നമാണ്. ഡ്രീം ഹോം എന്നാണല്ലോ, ഡ്രീം ഒരു വീടിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്രീം ഹോം എന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ കോൺസെപ്റ്റും തുടങ്ങുന്നത്. കാരണം ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യപ്പെടാന്നുള്ളതാണ്. അത് റീസണബിൾ ഒരു ബജറ്റിൽ, ലിമിറ്റഡ് ബജറ്റിൽ, അങ്ങനെയുടെ ബജറ്റ് എന്താണോ ആ ബജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാളുടെ ഒരു സ്വപ്നം എത്രമാത്രം നമ്മളെ കൊണ്ട് പൂവണിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ ഫുൾഫിൽ ചെയ്യപ്പെടാൻ പറ്റുമോ അത് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് നിക്ഷൻ ഇലക്ട്രോണിക്സ്. സ്വപ്നങ്ങൾ പൂക്കട്ടെ. സ്വപ്നങ്ങൾ പൂക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട